കണ്ണുകളിൽ അലസതയും പ്രവൃത്തികളിൽ അങ്ങേയറ്റത്തെ ക്രൂരതയും നിറഞ്ഞൊരു കഥാപാത്രം ജോക്കർ. ആ ഒരൊറ്റ കഥാപാത്രം മാത്രം മതി ഹീത്ത് ലെഡ്ജർ എന്ന മഹാനടനെ ഓർത്തിരിക്കാൻ. വെറും 28 വയസ്സ് മാത്രമുണ്ടായിരിക്കെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. തന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തിന്റെ മുഖം അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി ലോക സിനിമാ പ്രേക്ഷകർക്ക് നൽകിയാണ് അദ്ദേഹം ഈ ലോകത്തോടും പ്രേക്ഷക സമൂഹത്തോടും വിട പറഞ്ഞത്. 2008 ക്രിസ്റ്റഫർ നോളൻ ദ ഡാർക്ക് നൈറ്റ് എന്ന മാസ്റ്റർ പീസ് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അത് കേവലം ഒരു സൂപ്പർ ഹീറോ സിനിമയായിരുന്നില്ല. അതിനപ്പുറം മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട ഇടനാഴികളിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. ആ യാത്രയുടെ ആത്മാവ് ഹീത്ത് ലെഡ്ജർ എന്ന അതുല്യ നടൻ തന്റെ ജീവൻ നൽകി പരുവപ്പെടുത്തിയ ജോക്കർ എന്ന വില്ലൻ കഥാപാത്രമായിരുന്നു. മനുഷ്യന്റെ മനഃശാസ്ത്രം, അസ്തിത്വം, അരാജകത്വം, ഭയം എന്നിവയെ എങ്ങനെ ഒരു കഥാപാത്രത്തിലൂടെ ഭയാനകമായ സൗന്ദര്യത്തോടെ അവതരിപ്പിക്കാം എന്നതിന്റെ ലോകോത്തര ഉദാഹരണമാണ് ലെഡ്ജറുടെ ജോക്കർ. ആ കഥാപാത്രവും അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ ഒരുക്കങ്ങളുമാണ് ലെഡ്ജറുടെ അകാല മരണത്തിന് കാരണം എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹീത്ത് ലെഡ്ജർ എന്ന അതുല്യ നടനെക്കുറിച്ചും ആ കഥാപാത്രത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുമാണ്. വെൽക്കം ടു സിനിമോസഫി. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ പെർത്തിൽ ജനിച്ച ഹീത്ത് ലെഡ്ജർ അഭിനയം പഠിക്കാൻ ഒരു ആക്ടിംഗ് സ്കൂളിലും പോയിരുന്നില്ല എന്നത് പലരെയും അത്ഭുതപ്പെടുത്തിയേക്കാം. പൂർണ്ണമായും സ്വയം രൂപപ്പെടുത്തിയ ഒരു നടനായിരുന്നു അദ്ദേഹം. തന്റെ 17ാമത്തെ വയസ്സിൽ കയ്യിൽ വെറും 69 സെന്റുമായി പെർത്തിൽ നിന്നും ഡിസ്നിയിലേക്ക് ലെഡ്ജർ യാത്ര തിരിച്ചു. തന്നെ കണ്ടെത്തുക എന്നതായിരുന്നു ആ യാത്രയുടെ ഉദ്ദേശം. യാതൊരു സിനിമാ പശ്ചാത്തലവുമില്ലാത്ത അദ്ദേഹം തന്റെ സഹജമായ കഴിവുകളിൽ മാത്രം വിശ്വസിച്ചാണ് ഈ യാത്ര ആരംഭിച്ചത്. തുടക്കത്തിൽ 10 തിങ്സ് ഐ ഹേറ്റ് അബൌട്ട് യു എന്ന ടീനേജ് കോമഡി ചിത്രത്തിലൂടെയാണ് അദ്ദേഹം പ്രശസ്തി നേടിയത്. പിന്നീട് ദ പാട്രിയറ്റ്, മോൺസ്റ്റേഴ്സ് ബോൾ, നെഡ് കെല്ലി, ദ ബ്രദേഴ്സ് ഗ്രിം തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. ഒരു സ്വർഗാനുരാഗിയായ കൗബോയുടെ വേഷം അവതരിപ്പിച്ച ബ്രോക്ക് ബാക്ക് മൗണ്ടൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ഓസ്കാർ നോമിനേഷനും ലഭിച്ചിരുന്നു. വെല്ലുവിളികൾ നിറഞ്ഞതും തന്നെ പൂർണ്ണമായും മറന്നുകൊണ്ട് അഭിനയിക്കാൻ കഴിയുന്നതുമായ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം എപ്പോഴും തിരഞ്ഞെടുത്തിരുന്നത്. അത്തരമൊരു അവസരമാണ് ദ ഡാർക്ക് നൈറ്റ് എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തെ തേടിയെത്തിയത്. 2005 പുറത്തിറങ്ങിയ ബാറ്റ്മാൻ ബിഗിൻസ് എന്ന ചിത്രത്തിന്റെ വിജയത്തിനു ശേഷമാണ് വാർണർ ബ്രദേഴ്സ് ഇതിനൊരു തുടർച്ച വേണമെന്ന് തീരുമാനിച്ചത്. ആദ്യ സിനിമയുടെ അവസാന ഭാഗത്ത് ബാറ്റ്മാന് ലഭിക്കുന്ന ഒരു ജോക്കർ കാർഡ് വരാനിരിക്കുന്ന വലിയൊരു ഭീഷണിയുടെ സൂചനയായിരുന്നു. ക്രിസ്റ്റഫർ നോളനും സഹോദരൻ ജൊനാഥൻ നോളനും ഡേവിഡ് എസ് ഗോയറും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത്. ഒരു സാധാരണ സൂപ്പർ ഹീറോ ചിത്രം എന്നതിലുപരി ഒരു ക്രൈം ഡ്രാമയുടെ സ്വഭാവമാണ് നോളൻ ഈ ചിത്രത്തിന് നൽകിയത്. സാങ്കേതികമായി ഈ ചിത്രം സിനിമാ ലോകത്ത് വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തി. സിനിമയിലെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും ചിത്രീകരിക്കാൻ നോളൻ തിരഞ്ഞെടുത്തത് ഐമാക്സ് ക്യാമറകളാണ്. 70mm ഫിലിം ഉപയോഗിക്കുന്ന ഐമാക്സ് ക്യാമറകൾ ഒരു സാധാരണ ഫീച്ചർ ഫിലിമിൽ ഇത്രയും അധികം ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. വളരെ ഭാരമുള്ളതും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഈ ക്യാമറ ഉപയോഗിച്ച് സിനിമയുടെ 28 മിനിറ്റോളം വരുന്ന ഭാഗങ്ങൾ ചിത്രീകരിച്ചു. സിനിമയ്ക്ക് കൂടുതൽ റിയലിസ്റ്റിക് മാനം നൽകുന്നതിനായി ചിക്കാഗോ നഗരത്തിലെ തെരുവുകളിലാണ് ഭൂരിഭാഗം രംഗങ്ങളും ചിത്രീകരിച്ചത്. ബാറ്റ്മാന്റെ വാഹനം ഒരു ട്രക്കിനെ മറിച്ചിടുന്ന രംഗവും ആശുപത്രി സ്ഫോടനവുമെല്ലാം യാതൊരുവിധ ഗ്രാഫിക്സുമില്ലാതെ നേരിട്ട് ചിത്രീകരിച്ചവയാണ്. ജോക്കർ എന്ന കഥാപാത്രമായി മാറുന്നതിന് ഹീത്ത് ലെഡ്ജർ നടത്തിയ തയ്യാറെടുപ്പുകൾ സിനിമാ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ഈ കഥാപാത്രത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതിനായി ലെഡ്ജർ ലണ്ടനിലെ ഒരു ഹോട്ടൽ മുറിയിൽ ഏകദേശം 6 ആഴ്ചയോളം ഏകാന്തവാസത്തിലായിരുന്നു. യാതൊരുവിധ സഹാനുഭൂതിയുമില്ലാത്ത തികച്ചും ക്രൂരനായ ഒരു സൈക്കോപാത്തായി മാറാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. ഈ കാലയളവിൽ അദ്ദേഹം ഒരു ജോക്കർ ഡയറി സൂക്ഷിച്ചിരുന്നു. എയ്ഡ്സ് പോലെയുള്ള അസുഖങ്ങൾ, അന്ധരായ കുഞ്ഞുങ്ങൾ, ലാൻഡ് മൈനുകൾ തുടങ്ങിയവ തമാശയായി കാണുന്ന ജോക്കറിന്റെ വിചിത്രമായ ചിന്തകൾ അദ്ദേഹം ഈ ഡയറിയിൽ പകർത്തിയിരുന്നു. സ്റ്റാൻലി കുബ്രിക്കിന്റെ എ ക്ലോക്ക് വർക്ക് ഓറഞ്ച് എന്ന സിനിമയിലെ അലക്സ് ഡിലാർജ് എന്ന കഥാപാത്രത്തിന്റെ ചിത്രങ്ങളും ഇതിൽ ഉണ്ടായിരുന്നു. ആ ജോക്കർ ഡയറിയെ കുറിച്ച് മാത്രം ഒരു എപ്പിസോഡ് ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ട്. അത് പിന്നീട് ഒരിക്കൽ ചെയ്യുന്നതാണ്. സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ നൽകിയ ഒരാശയത്തിൽ നിന്നാണ് മേക്കപ്പ് ആർട്ടിസ്റ്റായ ജോൺ കാഗ്ലിയോൺ ജൂനിയർ ജോക്കറിന്റെ മുഖരൂപം തയ്യാറാക്കിയത്. പ്രശസ്ത ചിത്രകാരനായ ഫ്രാൻസിസ് ബേക്കണിന്റെ ചില പെയിന്റിങ്ങുകളായിരുന്നു അതിന് പ്രചോദനം. എപ്പോഴും ഉയർത്തൊലിക്കുന്ന, ദിവസങ്ങളോളം മുഖം കഴുകാത്ത ഒരാളുടെ രൂപമായിരുന്നു അത്. വായിലെ വലിയ മുറിവുകൾ സിലിക്കോൺ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. സംസാരത്തിനിടയിൽ നിരന്തരം ചുണ്ടുകൾ നനക്കുന്ന ജോക്കറിന്റെ സ്വഭാവം യഥാർത്ഥത്തിൽ ഈ സിലിക്കോൺ മേക്കപ്പ് കൊഴിഞ്ഞു പോകാതിരിക്കാൻ ലെഡ്ജർ ചെയ്തതായിരുന്നു.
എന്നാൽ പിന്നീടത് കഥാപാത്രത്തിന്റെ തന്നെ മാനറിസമായി മാറുകയായിരുന്നു. ആ കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജോക്കറിന്റെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും നയിക്കുന്നത് പ്രധാനമായും മോറൽ നിഹിലിസമാണ്. ലോകത്തിന് വ്യക്തമായ അർത്ഥങ്ങളോ നന്മ തിന്മകളോ ഇല്ലെന്ന് അയാൾ വിശ്വസിക്കുന്നു. പണത്തോടോ അധികാരത്തോടോ അയാൾക്ക് യാതൊരു ആർത്തിയുമില്ല. മാഫിയയുടെ കോടിക്കണക്കിന് ഡോളറുകൾ അയാൾ യാതൊരു മടിയുമില്ലാതെ കത്തിച്ചു കളയുന്നത് ഇതിന്റെ തെളിവാണ്. ഈ നഗരത്തിന് ഇതിലും മികച്ച ഒരു ക്രിമിനലിനെയാണ് ആവശ്യമെന്ന് പറയുമ്പോൾ താനൊരു സാധാരണ കള്ളനല്ല, മറിച്ച് ആശയങ്ങളുടെ തലത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരാളാണെന്ന് അയാൾ വ്യക്തമാക്കുന്നു. താൻ അരാജകത്വത്തിന്റെ പ്രതീകമാണെന്നാണ് ജോക്കർ സ്വയം വിശേഷിപ്പിക്കുന്നത്. ഒരു മനുഷ്യനും തികഞ്ഞ നന്മയുള്ളവനല്ല എന്നും സാഹചര്യങ്ങൾ മോശമായാൽ സിവിലൈസ്ഡ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സമൂഹത്തിലെ മനുഷ്യർ പരസ്പരം കൊന്നു തിന്നുമെന്നും അയാൾ വിശ്വസിക്കുന്നു. DC കോമിക്സിലെ ദ കില്ലിംഗ് ജോക്ക് എന്ന ഗ്രാഫിക് നോവലിൽ പറയുന്ന പോലെ ഒരു മോശം ദിവസം മതി എത്ര നല്ല മനുഷ്യനെയും ഭ്രാന്തനാക്കാൻ എന്നത് തന്നെയാണ് ജോക്കറിന്റെ പ്രധാന ഫിലോസഫി. ജോക്കറിന് വ്യക്തമായൊരു ഭൂതകാലം ഇല്ല എന്നതാണ് അയാളെ കൂടുതൽ ഭയാനകമാക്കുന്നത്. മനുഷ്യന്റെ ധാർമ്മികത വെറും കാപഢ്യമാണെന്ന് തെളിയിക്കുകയായിരുന്നു ജോക്കറിന്റെ പ്രധാന ലക്ഷ്യം. സിനിമയിൽ ഉടനീളം അയാൾ നടത്തുന്ന പല പരീക്ഷണങ്ങളും ഇതിന്റെ ഭാഗമാണ്. പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ ബാറ്റ്മാനുമായി നടത്തുന്ന ആ ചോദ്യം ചെയ്യൽ രംഗം ജോക്കറിന്റെ മാനസിക നില എത്രമാത്രം തകർന്നതാണ് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഫിസിക്കലായി ബാറ്റ്മാൻ ആക്രമിക്കുമ്പോഴും ജോക്കർ ചിരിക്കുകയാണ് ചെയ്യുന്നത്. ബാറ്റ്മാന്റെ ദേഷ്യത്തെ അയാൾ മുതലെടുക്കുകയാണ്. ഒരേ സമയം ഹാർവി ഡെന്റിനെയും റേച്ചലിനെയും തട്ടിക്കൊണ്ടുപോയ ജോക്കർ വിലാസങ്ങൾ പരസ്പരം മാറ്റിയാണ് പറയുന്നത്. താൻ സ്നേഹിക്കുന്ന റേച്ചലിനെ രക്ഷിക്കാൻ ബാറ്റ്മാൻ പോകുമ്പോൾ ചെന്നെത്തുന്നത് ഹാർവി ഡെന്റിന്റെ അടുത്താണ്. ഇവിടെ ശാരീരികമായല്ല മാനസികമായാണ് ജോക്കർ ബാറ്റ്മാനെ പരാജയപ്പെടുത്തുന്നത്. സിനിമയുടെ അവസാന ഭാഗത്ത് 2 ഫെറികളിലായി സാധാരണക്കാരെയും കുറ്റവാളികളെയും കയറ്റി അയാൾ ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ മനുഷ്യർ മറ്റുള്ളവരെ കൊല്ലാൻ മടിക്കില്ല എന്ന് തെളിയിക്കാനായിരുന്നു ഈ പരീക്ഷണം. എന്നാൽ ഇരുവിഭാഗവും മറ്റുള്ളവരെ കൊല്ലാൻ തയ്യാറാകാത്തത് ജോക്കറുടെ വാദങ്ങളെ പരാജയപ്പെടുത്തി കളഞ്ഞു. എങ്കിലും ഗോതം നഗരത്തിലെ ഏറ്റവും മികച്ച വ്യക്തിയായ ഹാർവി ഡെന്റിനെ മാനസികമായി തകർത്ത് ടു ഫേസ് എന്ന വില്ലനാക്കി മാറ്റുന്നതിൽ ജോക്കർ വിജയിച്ചു. ഒരു ചെറിയ പുഷ് മാത്രം മതി ഒരാളെ ഭ്രാന്തനാക്കാൻ എന്ന തന്റെ വാദം ജോക്കർ തെളിയിക്കുകയായിരുന്നു. മറ്റാരും ചെയ്ത ജോക്കറിനേക്കാളും മികച്ചതാക്കി ലെഡ്ജർ തന്റെ ജോക്കറിനെ മാറ്റി. ആ കഥാപാത്രം ഉള്ളിൽ അനുഭവിക്കുന്ന എല്ലാ സംഘർഷങ്ങളും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ലെഡ്ജറിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ജോക്കർ എന്ന് പറയുമ്പോൾ ഹീത്ത് ലെഡ്ജറുടെ മുഖം നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരുന്നത്. സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായ ശേഷം 2008 ജനുവരി 22 ന്യൂയോർക്കിലെ തന്റെ ഫ്ളാറ്റിലാണ് ഹീത്ത് ലെഡ്ജറെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അന്ന് അദ്ദേഹത്തിന് വെറും 28 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹത്തിന്റെ മരണം സിനിമാ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയാണെന്ന് ആദ്യം അഭ്യൂഹങ്ങൾ പരന്നിരുന്നുവെങ്കിലും ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നുകൾ അമിതമായി ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് മെഡിക്കൽ എക്സാമിനർ വ്യക്തമാക്കിയിരുന്നു. കടുത്ത ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ എന്നിവ അനുഭവിച്ചിരുന്ന അദ്ദേഹം ഇതിനുള്ള മരുന്നുകൾ ഒന്നിച്ച് കഴിച്ചതായിരുന്നു മരണകാരണം. ജോക്കർ എന്ന അതിക്രൂരനായ കഥാപാത്രമായി മാറിയതാണ് മരണത്തിന് കാരണമായതെന്ന കഥകളെ അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ ശക്തമായി എതിർത്തു. ആ കഥാപാത്രം അവൻ വളരെ ആസ്വദിച്ചാണ് ചെയ്തതെന്നും അവൻ ഒരിക്കലും ജോക്കറിനെ ഓർത്ത് വിഷാദരോഗിയായിരുന്നില്ലെന്നും സഹോദരി കേറ്റ് ലെഡ്ജർ വെളിപ്പെടുത്തിയിരുന്നു. ഹീത്ത് ലെഡ്ജറുടെ മരണം സിനിമാ ലോകത്തിന് ഒരു വലിയ നഷ്ടമായിരുന്നുവെങ്കിലും അദ്ദേഹം മരിച്ച് 6 മാസങ്ങൾക്ക് ശേഷം ദ ഡാർക്ക് നൈറ്റ് പുറത്തിറങ്ങിയപ്പോൾ ലോകമെമ്പാടും വലിയ തരംഗമായി മാറി. തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനത്തിന് മികച്ച സഹനടനുള്ള ഓസ്കാർ പുരസ്കാരം ഹീത്ത് ലെഡ്ജറിന് മരണാനന്തര ബഹുമതിയായി ലഭിച്ചു. ഒരു കോമിക് ബുക്കിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഓസ്കർ നേടുന്ന ആദ്യത്തെ നടനായും ഹീത്ത് ലെഡ്ജർ മാറി. ഹീത്ത് ലെഡ്ജർ അനശ്വരമാക്കിയ ജോക്കർ വെറുമൊരു കോമിക് ബുക്ക് വില്ലനല്ല, മനുഷ്യന്റെ യുക്തിയെയും ധാർമ്മികതയും ചോദ്യം ചെയ്ത ഒരു ഫിലോസഫറാണ്. ലോകത്തിന്റെ അർത്ഥശൂന്യതയെ ഒരു ചിരിയാക്കി മാറ്റിയ ജോക്കറും ആ ചിരിക്ക് ജീവൻ നൽകിയ ഹീത്ത് ലെഡ്ജറും ഒരു ഇതിഹാസമായി എക്കാലവും നിലനിൽക്കും. സിനിമാസ്വാദകർ ഉള്ളിടത്തോളം കാലം സ്ക്രീനിൽ അദ്ദേഹം ബാക്കി വെച്ചുപോയ ആ വന്യമായ ചോര പുരണ്ട ചിരി ഒരിക്കലും മാഞ്ഞുപോകില്ല. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും ഹീത്ത് ലെഡ്ജർ എന്ന അതുല്യ നടനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.